നമ്മുടെ പാപങ്ങൾ കാരണം കലിമ ചൊല്ലാൻ തടസ്സമാകാതെ അല്ലാഹു കാക്കുമാറാകട്ടെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. സുബ്ഹാനല്ലാഹ്. പണ്ഡിറ്റ് ഉസ്താദിന്റെ വഫാത്ത് സംഭവിച്ച സമയമാണ്. പിന്നെ നാളെ ശംസുൽ ഉലമ നവ്വറല്ലാഹു മർഖദ ഇക്കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ ആ മഹാനവറുടെ ആണ്ടാണ്. ഇതൊക്കെ റബീഉൽ ആഖിറിൽ ഒരുപാട് മഹാന്മാർ വഫാത്തായ ഒരുപാട് ആണ്ടുകൾക്കുള്ള സമയമാണ്. ഇപ്പോ അല്ലാഹു തആല അവരുടെയൊക്കെ മനാഖിബുൽ അല്ലാഹു ഉയർത്തി കൊടുക്കുമാറാകട്ടെ. പണ്ഡിറ്റ് ഉസ്താദ് അന്ന് അവിടെ എറണാകുളത്തേക്ക് ഒരു സമ്മേളനത്തിൽ അസുഖം വളരെ പ്രയാസത്തിൽ വന്നപ്പോ പ്രവർത്തകന്മാരൊക്കെ അങ്ങനെ തോള് പിടിച്ചു കൊണ്ടുപോകുമ്പോ എന്നെ കണ്ട് ഇടതുഭാഗത്തേക്ക് ഒന്ന് ചെരിച്ചു തരീന്ന് പറയുന്നു. അപ്പൊ എന്താ ഉസ്താദേ, എന്താ വേണ്ട, എനിക്കൊന്ന് തുപ്പണം, വലതുഭാഗത്തേക്ക് തുപ്പല് കറാഹത്തല്ലേ, ഞാൻ ഇടതുഭാഗത്തേക്ക് തുപ്പണം, എന്നെ ഇടത്തേക്ക് ചെരിച്ചു തരീന്ന്. ഇതാണ് പണ്ഡിറ്റ് ഉസ്താദ്. അവരായിരുന്നു സമസ്തയുടെ പ്രസിഡന്റ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മഹാന്നതന്മാരോടുകൂടെ അല്ലാഹു സ്വർഗ്ഗത്തിൽ നിന്ന് കൂട്ടിത്തരുമാറാകട്ടെ. ശംസുൽ ഉലമ ഇക്കെ അബൂബക്കർ മുസ്ലിയാർ സമസ്തക്ക് പതിറ്റാണ്ടുകളോളം നേതൃത്വം നൽകിയ വലിയ മഹാനല്ലേ. മരിക്കുന്നത് എവിടെ വെച്ചാണ്? വഫാത്താകുന്നത് ഫാത്തിമ ഹോസ്പിറ്റലിലാണ്. സുബഹിക്ക് വാങ്കൊടുക്കാൻ ആ വാങ്കിന് ജാബത്തൊക്കെ പറഞ്ഞു. സ്വലാത്തു ഖൈറും മിനൻ നൗം, സ്വലാത്തു ഖൈറും മിനൻ നൗം. സദഖത വബരിർ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. അന്ന് ഞങ്ങളൊക്കെ പഠിപ്പിച്ചൊരു ഉസ്താദ് കൂടെ അന്ന് ശംസുൽ ഉലമയുടെ ആ റൂമിൽ അതിൽ സാക്ഷിയാണ്. ഞങ്ങളോട് പിറ്റേന്ന് ദാൽഹുദയിൽ വന്നപ്പോ പറഞ്ഞു, ഉസ്താദ് അവറുകൾ മരിച്ച നേരം ബാങ്കിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വരെ ഉസ്താദ് പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് കഴിഞ്ഞ് ശംസുൽ ഉലമ അവറുകൾ പിന്നെ കണ്ടു തുറന്നിട്ടില്ല. എന്താണ് ആ വാക്ക് പറയാനുള്ള ഭാഗ്യം കിട്ടുന്നത് വരെ ഒരു മനുഷ്യന് വിജയിച്ചു എന്ന് പറയാൻ കഴിയൂ? അല്ലാഹുവേ, ഇവരൊക്കെ മഹാന്മാരല്ലേ, അതിനൊക്കെ ഭയങ്കര ഭാഗ്യം വേണ്ടേ? മൻ കാന ആഖിറു കലാമിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഹബീബിന്റെ വളരെ പ്രസിദ്ധമായ ഹദീസല്ലേ, അല്ലാഹുവിന് വേണ്ടി കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലാനുള്ള ഭാഗ്യം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ ചൊല്ലേണ്ടത്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് ഒന്നും വേണ്ട. അത് മുസ്ലിമാക്കാനുള്ള പറച്ചിലല്ല. തൽഖീന് ചൊല്ലി കൊടുക്കുമ്പോൾ പോലും അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് മതി. അത് അവസാനത്തെ വാക്കായി നമ്മൾ കാണുകെ അറിയുകെ വഫാത്തായ മഹാനാണ് മഹാനായ ഇക്കെ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ വതയ്യബല്ലാഹു സറ വഖദ്ദസല്ലാഹു സിറ. ഈ മഹാന്മാർ അവരൊന്നും ചെറിയ ആളുകളല്ല. അവരൊന്നും സാധാരണ നമ്മൾ കാണുന്ന പോലെ കണ്ടാൽ പോരാ. അങ്ങനത്തെ ഒരു അന്ത്യം ഹാത്തിമത്തുണ്ടായാൽ മാത്രമേ ഒരാൾക്ക് വീമ്പിളക്കാൻ പറ്റുള്ളൂ. അപ്പോഴേ രക്ഷപ്പെട്ടു എന്ന് പറയാനായിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പ്രയാസമാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇന്ന് നമ്മുടെ നാടുകൾ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ അഖീദ എന്താണോ അതിനനുസരിച്ച് നമുക്ക് നേതൃത്വം നൽകുന്ന അല്ലാഹുവിന്റെ ദീനിന്റെ മിമ്പറാണ്, ദീനിന്റെ പ്ലാറ്റ്ഫോമാണ്. അതിന്റെ ശക്തിക്ക് വേണ്ടി ദുആ ചെയ്യണം. ആലിമീങ്ങൾ ദീനിന്റെ ശരിയായ മാർഗം കാണിച്ചു തരുന്ന ഉലമാ ദീനിനില്ലാതെ പോയാൽ സമൂഹം നശിക്കൂലേ? ആട്ടിടയനില്ലാത്ത ആടുകളെ പോലെ ആയിപ്പോകൂലേ? ഏതാണ് ശരി, ഇന്നത് ശരിയാ, ഇന്നത് തെറ്റ്, നമ്മൾ ഓരോരുത്തർക്കും ചെന്ന് അന്വേഷിക്കാൻ പറ്റുമോ? നമുക്കൊക്കെ ചെന്ന് ഇജ്തിഹാദ് ചെയ്യാൻ പറ്റുമോ? സമസ്തയുടെ ഫത്വകൾ എന്താണ്? സമസ്തയുടെ തീരുമാനം എന്താണ്? സമിഅനാ വഅതഅനാ, അതിന്റെ പിന്നിൽ അടിയുറച്ചു നിൽക്കുക. അവിടെ ഖൈറുണ്ട്. കാരണം മഹാന്മാർ കടന്നുപോയ വഴിയാണ്. അല്ലാഹു ആ മാർഗത്തിലേക്ക് നമ്മയൊക്കെ ചേർക്കുമാറാകട്ടെ. സമ്മേളനം നടക്കുകയാണ്. അതിന്റെ എല്ലാ വിജയത്തിനും വേണ്ടി ദുആ ചെയ്യണം. ഒരുപാട് ആലിമീങ്ങളും മുതഅല്ലിമീങ്ങളും മുഅല്ലിമീങ്ങളും ഒക്കെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ അവിടെ വരുമ്പോ അവിടെ പറയുന്ന നബിതങ്ങളുടെ ഒരു പേരിന് അവിടെ പറയുന്ന സ്വലാത്തുകൾ എത്രയാണ്, അവിടെ ചൊല്ലുന്ന ആമീനുകൾ എത്രയാണ്, അല്ലാഹുവിന്റെ മലക്കുകൾ എത്ര വരും. അവരൊക്കെ ലോക മുസ്ലിമീങ്ങൾക്ക് വേണ്ടിയും അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് എന്ന് പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ആ മുഅ്മിനീങ്ങളിലും മുഅ്മിനാത്തുകളിലും